നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എങ്കിലും ഇങ്ങനൊരു ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നുവെന്ന് രാജുവെങ്കിലും ഒന്ന് പറയണായിരുന്നു. അന്ന് രുക്മിണിയമ്മ പ്രതിജ്ഞ എടുപ്പിച്ചപ്പോഴെങ്കിലും പറയേണ്ടതായിരുന്നു. അതിലെനിക്ക് വിഷമമുണ്ട്. അയ്യോ, രാധമ്മ കരുതുന്ന പോലെയൊന്നും അല്ല. രാജു ഇതിലെ നിരപരാധിയാ. ഞാൻ അമ്മേ, നേരത്തിലായില്ലേ? ഇതുവരെ ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. അമ്മ ചെന്ന് ഭക്ഷണം എടുത്ത് വെക്ക. എന്താ മഴ, ബോധമല്ലേ? ഒന്നും പറയണ്ട. രമ്യ, നിനക്ക് വിഷമമില്ലേ? വിഷമില്ലാതിരിക്കോ ചേച്ചി? പക്ഷേ എന്റെ വിഷമത്തിനുള്ള പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തും. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇങ്ങനെയൊക്കെ സംഭവിക്കാതെ നേരത്തെ നിശ്ചയിച്ചതുപോലെ ഞാനും രാജുവായിട്ടുള്ള വിവാഹം നടന്നിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീർന്നേനെ. അല്ല, ചേച്ചിക്കും കുറെ പ്രശ്നങ്ങളില്ലേ? അതല്ലേ ചേച്ചി ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? ഈ വിവാഹം നടന്നിരുന്നെങ്കിലേ എന്റെ അമ്മ ചേച്ചിയുടെ സ്ത്രീധന തുക ബാക്കി തന്നു തീർത്തേനെ. വീട് പണിക്ക് സഹായിക്കുകയും ചെയ്തേനെ. അവൻ അവളോട് വലിയ അടുപ്പം കാണിച്ചിരുന്നെങ്കിലും അതിങ്ങനെയായി തീരുമെന്ന് ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എല്ലാം ഓർക്കുമ്പോ എന്തെങ്കിലും കഴിക്കാൻ പോലും തോന്നുന്നില്ല. അതെ, നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോലും ആവാതെ വിഷമിച്ചിരിക്കുമ്പോഴേ അവൾ അവിടെ ഡൈനിങ് ടേബിളിൽ വിളമ്പി വെച്ച് കഴിക്കാൻ പോവാ. ചേച്ചി അങ്ങോട്ടേന്ന് നോക്കിയേ, എല്ലാം താറുമാറാക്കിയിട്ട് ഒരു കൂസലും ഇല്ലാതെ അവള് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാൻ പോവാ. നോക്കട്ടെ, അവളെ ഞാൻ തീറ്റിക്കാം. ഒരു കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷവും സമാധാനവും ഒക്കെ തകർത്തെറിഞ്ഞിട്ട് അവക്ക് വല്ല കൂസലും ഉണ്ടോ? ഒരു വീടിനെ മരണവീട് പോലെ ആക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ, ഒന്നും സംഭവിക്കാത്ത പോലെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നു. നീ ഇന്ന് പട്ടിണി കിടക്കണം. അങ്ങനെയെങ്കിലും നീ ഒരു പ്രായച്ചിത്തം ചെയ്യ്. പ്രിയേച്ചി, ഇത് കുറച്ച് കടന്നുപോയി. അതേടാ, കടന്നു പോവും. ഒരു കല്യാണോ അല്ല, 2 കല്യാണോ ഇവള് കാരണം മുടങ്ങിയത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.